പ്രധാനമന്ത്രിയുടെ ദൂരദർശൻ വഴിയുള്ള പ്രസംഗത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകി CPIM. പ്രധാനമന്ത്രി ദൂരദർശനിലൂടെ നടത്തിയത് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമാണ്. പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ ഇത് നടത്തിയത് ചട്ടലംഘനമാണ്. ജ്ഞാനേഷ് കുമാർ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരിക്കുമ്പോൾ ഇത് നടക്കുമെന്നും MA ബേബി പറഞ്ഞു. BJPക്ക് വേണ്ടി ഇടപെടൽ നടത്തുകയാണെന്നും MA ബേബി ആരോപിച്ചു. പ്രധാനമന്ത്രിക്കെതിരെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകി CPIM. പ്രധാനമന്ത്രി ദൂരദർശനിലൂടെ നടത്തിയത് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമാണ്. പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ ഇത് നടത്തിയത് ചട്ടലംഘനമാണ്. ജ്ഞാനേഷ് കുമാർ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരിക്കുമ്പോൾ ഇത് നടക്കുമെന്നും CPIM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കൊല്ലത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. BJPക്ക് വേണ്ടി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇടപെടൽ നടത്തുകയാണ്. സത്യവിരുദ്ധമായ പ്രചരണമാണ് അമിത്ഷാ ബംഗാളിൽ നടത്തുന്നത്. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോഴാണ് പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ചത്. വനിതാ സംവരണ ബിൽ പാസാക്കാൻ കഴിയാതെ വന്നതോടെ മോദിക്കും കൂട്ടർക്കും മുഖത്തടിയേറ്റു. വനിതാ സംവരണ ബിൽ നേരത്തെ കൊണ്ടുവരാമായിരുന്നു, അത് ചെയ്തില്ല. രാഷ്ട്രീയ നേട്ടത്തിനായി BJP ശ്രമിക്കുകയായിരുന്നെന്നും MA ബേബി ആരോപിച്ചു. ദൂരദർശൻ ഉൾപ്പെടെയുള്ള ഔദ്യോഗിക മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രത്തോട് നടത്തിയ പ്രഭാഷണം ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രസംഗമായിരുന്നു. ഇത് ബംഗാളിലും തമിഴ്നാട്ടിലും വോട്ടെടുപ്പ് നടക്കാനിരിക്കെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഇപ്പോഴും പ്രാബല്യത്തിൽ തുടരവേ ആ ചട്ടങ്ങളുടെ നഗ്നമായ ഒരു ലംഘനമാണ് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രധാനമന്ത്രിക്ക് രാഷ്ട്രീയ പ്രചരണം നടത്താം, പ്രതിപക്ഷത്തെ ആക്രമിക്കാം, ബംഗാളിലും തമിഴ്നാട്ടിലും ഒക്കെ പോയി പ്രസംഗിക്കാം. പക്ഷെ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള ദൂരദർശനും ആകാശവാണിയും ഉപയോഗിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നത് നഗ്നമായ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമാണ്. തെരഞ്ഞെടുപ്പ് ചട്ടം MCC മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് അതിന്റെ സെക്ഷൻ 4 അവിടെ നൽകിയിട്ടുള്ള ശീർഷകം പാർട്ടി ഇൻ പവർ, അധികാരത്തിലിരിക്കുന്ന പാർട്ടി പെരുമാറേണ്ടത് സംബന്ധിച്ച വ്യവസ്ഥകളാണ്. ഇപ്രകാരമാണ് ഞാൻ ഉദ്ധരിക്കുന്നത്: issue of advertisement at the cost of public exchequer in the newspapers and other media and the misuse of official media during the election period for partisan coverage of political news and publicity regarding achievements with a view to furthering the prospects of the party in power shall be scrupulously avoided. TN ശേഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നെങ്കിൽ നരേന്ദ്രമോദി അനുഭവിച്ചേനെയെന്നും MA ബേബി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.